ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് സദൃശവാക്യങ്ങൾ 4 എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. മക്കളെ, അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു. എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക, ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്. എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്. അതിനെ ഉപേക്ഷിക്കരുത്, അത് നിന്നെ കാക്കും. അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക. നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും. മകനെ, കേട്ടെൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല. ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്. അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കുകയുമരുത്. അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്. അത് വിട്ടുമാറി കടന്നു പോകാം. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല. വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ആമേൻ.